ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദൃശ്യം 3യുടെ കഥയാണ്. ദൃശ്യം 2ൽ ജോർജ് കുട്ടി വരുണിന്റെ ബോഡി പണി നടക്കുന്ന പോലീസ് സ്റ്റേഷനിൽ കുഴിച്ചിട്ട ശേഷം തിരികെ തൂമ്പയുമായി മടങ്ങുന്നത് അതുവഴി പോയ ഒരാൾ കണ്ടിരുന്നു. ആ കാര്യം മാസങ്ങൾക്ക് ശേഷം പോലീസ് അറിയുകയും പോലീസ് ആസ്തികോടെ കണ്ടെടുക്കുകയും ചെയ്യുന്നു. അതോടെ ജോർജ് കുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്യാണ്. എന്നാൽ അതിൽ മറ്റൊരു ട്വിസ്റ്റ് സംഭവിക്കുകയാണ്. ആ ആസ്തികോടം ഫോറൻസിക് ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ അത് വരുണിന്റേതല്ല എന്ന് തെളിയുന്നു. അതോടെ ജോർജ് കുട്ടിയെ കോടതി വെറുതെ വിടുന്നു. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കണ്ടെടുത്ത ആ ആസ്തികുടം പിന്നെ ആരുടേതായിരിക്കും? അതുപോലെ ജോർജ് കുട്ടി കുഴിച്ചിട്ട വരുണിന്റെ ബോഡി പിന്നെ എവിടെ പോയി എന്നൊക്കെ നമുക്ക് ദൃശ്യത്തിന്റെ 3ാം ഭാഗത്തിൽ മനസ്സിലാക്കാം. സിനിമയുടെ തുടക്കത്തിൽ വരുണിന്റെ അസ്ഥിയുൾക്കൽ ചടങ്ങ് കഴിഞ്ഞ് 2 മാസങ്ങൾക്ക് ശേഷം മുന്നേജി ഗീതാ പ്രഭാകറും കൂടെ അമേരിക്കയിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുന്നു. അതിനിടയ്ക്ക് വരുണിന്റെ ഒരു അസ്ഥി കഷ്ണം അവർ ഫോറൻസിക് ലാബിലേക്ക് DNA ടെസ്റ്റിന് വേണ്ടി അയച്ചിരുന്നു. എന്നാൽ അതിൽ ആസിഡ് ഒഴിച്ചതിനാൽ ആ ടെസ്റ്റ് ഫെയിൽ ആകുന്നു. എന്നിരുന്നാലും അത് തങ്ങളുടെ മകൻ വരുണിന്റേതാണെന്ന് തന്നെ അവർ വിശ്വസിച്ചു. മടങ്ങുന്ന വഴി കന്യാകുമാരിയിൽ വെച്ച് പ്രഭാകർ തന്റെ ക്ലാസ്മേറ്റും മഹാരാഷ്ട്ര പോലീസ് ഐജിയുമായ പ്രശാന്ത് ഷെനായെ കാണുന്നു. അവർ തമ്മിൽ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതോടൊപ്പം അരുണിന് സംഭവിച്ച ദുർവിധിയും കൂടി അവർ അദ്ദേഹത്തോട് പറയുന്നു. വരുണിന്റെ സ്കെൽട്ടൻ എവിടെ വെച്ച് നശിപ്പിക്കപ്പെട്ടു എന്ന് കണ്ടുപിടിക്കാൻ ഒരു സ്വകാര്യ അന്വേഷണം നടത്തണമെന്ന് ഷെനായ് അവരോട് പറയുന്നു. അങ്ങനെ ഷെനായുടെ നിർബന്ധത്തിന് അവർ വഴങ്ങുന്നു. എന്നിട്ട് അതിന് പറ്റിയ ഒരാളുടെ നമ്പർ ഷെനായ് അവർക്ക് കൊടുക്കുന്നു. എന്നിട്ട് ഈ കാര്യം മറ്റാരും അറിയരുതെന്ന് ഷെനായ് അവരെ ഓർമ്മിപ്പിച്ചു. മഹാരാഷ്ട്ര സബ് ഇൻസ്പെക്ടർ ആയിരുന്ന ജീവൻ റാം ശർമ്മയായിരുന്നു ഷെനായ് പറഞ്ഞ ആ ഒരാൾ. തിരുവനന്തപുരത്ത് താമസിക്കുന്ന ശർമ്മയ്ക്ക് ബന്ധുക്കളെന്ന് പറയാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാലും ചുറ്റുമുള്ളവരെ ബന്ധുക്കളായി കണ്ട് അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കൊടുക്കുന്നത് ശർമ്മയായിരുന്നു. അങ്ങനെയിരിക്കെ പ്രഭാകർ വരുണിന്റെ വിഷയത്തിൽ ഒരു പരിഹാരം കാണാൻ ശർമ്മയെ വിളിക്കുന്നു. അതോടെ പുതിയൊരു കേസ് കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു ശർമ്മ. ശേഷം ശർമ്മ പ്രഭാകറിന്റെ വീട്ടിലെത്തുന്നു. എന്നാൽ അവരുടെ പ്രശ്നങ്ങളെല്ലാം കേട്ട ശേഷം ശർമ്മ തിരിച്ചു പോകാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ പണത്തിലോ പാരിതോഷികത്തിലോ വീഴാത്ത ശർമ്മയെ വീഴ്ത്താനുള്ള വഴികളെല്ലാം തന്നെ ഷെനായ് അവർക്ക് മുന്നേ പറഞ്ഞു കൊടുത്തിരുന്നു. അതനുസരിച്ച് ഗീതാ പ്രഭാകർ കരഞ്ഞുകൊണ്ട് തന്റെ വിഷമങ്ങളെല്ലാം തന്നെ പറയുന്നു. അതിൽ മനസ്സലിഞ്ഞു പോയ ശർമ്മ ആണെങ്കിൽ ആ ദൗത്യം ഏറ്റെടുക്കുകയാണ്. അതേസമയം ജോർജ് കുട്ടിയുടെ മൂത്ത മകളായ അഞ്ജുവിന് ഒരു നല്ല വിവാഹാലോചന വരുന്നു. അഞ്ജുവിന് നേരത്തെ തന്നെ പരിചയമുള്ള അനിൽ ഫ്രാൻസിസുമായുള്ള വിവാഹം ഇരു വീട്ടുകാരും കൂടെ ചേർന്ന് ഉറപ്പിക്കുന്നു. വിവാഹത്തിന് മുൻപേയുള്ള മനസ്സമ്മതത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അതേസമയം വരുണിന്റെ കേസ് റിപ്പോർട്ടെല്ലാം വായിച്ച് മനസ്സിലാക്കിയ ശർമ്മ പ്രഭാകറിന്റെ വീട്ടിലെത്തുന്നു. വരുണിന്റെ കേസിൽ പോലീസ് ശ്രദ്ധിക്കാതെ പോയ ചില കാര്യങ്ങൾ ശർമ്മ വിശദീകരിക്കുന്നു. കേസിലെ വിക്ടിമായ ജോസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷൻ വെട്ടിക്കൊഴിക്കുന്നു. അവിടുന്ന് കണ്ടെടുത്ത അസ്ഥിക്കുടം നേരെ കോട്ടയത്തെ ഫോറൻസിക് ലാബിലേക്ക് കൊണ്ടുപോകുന്നു. അവിടുന്ന് തലയൊടിക്ക് പൊട്ടലുണ്ടെന്ന് ഫോറൻസിക് റിപ്പോർട്ടിൽ കണ്ടതോടെ അത് വരുണിന്റേതാകാമെന്നും തലയ്ക്കടിയേറ്റതാവാം മരണകാരണമെന്നും പോലീസ് വിശ്വസിക്കുന്നു. പിന്നീട് DNA ടെസ്റ്റ് നെഗറ്റീവ് ആയതോടുകൂടി പോലീസ് സ്റ്റേഷനിൽ നിന്നും കുഴിച്ചെടുത്ത അസ്ഥിക്കുടം വരുണിന്റേതാണെന്ന് യാതൊരു ഉറപ്പും പോലീസിനുണ്ടായിരുന്നില്ല. ജോർജ് കുട്ടി സ്വന്തം ഭാര്യയോടും വക്കീലിനോടും പറയാത്ത രഹസ്യങ്ങൾ കഥാകൃത്തായ വിനയ് ചന്ദ്രനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ സത്യമായിരിക്കുമെന്ന് പോലീസ് വിശ്വസിച്ചു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഏതോ ഒരു കുടുംബ വഴക്കിൽ തലയ്ക്കടിയേറ്റു മരണപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ പൊടി കണ്ടെത്തി അത് അസ്ഥികൂടമായതിനു ശേഷം ഒരു കുഴിവട്ടിക്കാരനെ സ്വാധീനിച്ച് ആ അസ്ഥികൂടം കൈക്കലാക്കുന്നു. പിന്നീട് ഫോറൻസിക് ലാബിലെ സെക്യൂരിറ്റിയെ സ്വാധീനിച്ച് വരുണിന്റെ അസ്ഥികൂടത്തിന് പകരമായി ഈ അസ്ഥികൂടം വയ്ക്കുന്നു. ഇതെല്ലാം സ്വന്തം സിനിമയ്ക്ക് വേണ്ടി പറഞ്ഞതാണെങ്കിലും ആ വഴിയിലൂടെ തന്നെയാണ് വരുണിന്റെ അസ്ഥികൂടം മാറ്റിയെടുത്ത് നശിപ്പിച്ചതെന്ന് ശർമ്മ വിശ്വസിക്കുന്നു. സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി മാസ്റ്റർ ഡിഗ്രി എടുത്ത അതിബുദ്ധിമാനായ ജോർജ് കുട്ടി വരുണിന്റെ അസ്ഥികൂടം മാറ്റിയെടുക്കാൻ വേണ്ടി ഇനി മറ്റൊരു കൊലപാതകം കൂടി ചെയ്തോ എന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ചെയ്താൽ തന്നെ അത് ആരോടും തുറന്നു പറയുകയോ പോലീസിന് അത് കണ്ടെത്താനോ കഴിയുകയില്ല. ജോർജ് കുട്ടി മാറ്റിവെച്ച ആ അസ്ഥികൂടം ആരുടേതാണ്? അയാൾ എങ്ങനെ കൊല്ലപ്പെട്ടു? ആരാണ് അതിന്റെ പിന്നിൽ? എങ്ങനെ അത് ജോർജ് കുട്ടിയുടെ കയ്യിൽ വന്നു? അങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനുള്ള ബാധ്യത പോലീസിന്റേതാണെന്ന് അറിയിച്ചുകൊണ്ട് ശർമ്മ ആ കേസിൽ നിന്നും പിന്മാറുന്നു. ശർമ്മയുടെ കണ്ടെത്തലുകൾ ഞെട്ടലോടെ കേട്ടിരുന്ന ഗീതാ പ്രഭാകർ ആ വിവരങ്ങളെല്ലാം അജിയോട് സംസാരിക്കുന്നു. അതോടൊപ്പം ശർമ്മ അന്വേഷിച്ച് തെളിയിച്ചിട്ടുള്ള പല വിവാദപരമായ മർഡർ കേസുകളുടെ ഹിസ്റ്ററിയും ഗീത ഐജിക്ക് കൈമാറുന്നു. സർവീസിൽ പോലും ഇല്ലാത്ത ഒരു സാധാരണ ഇൻസ്പെക്ടറുടെ കണ്ടെത്തലുകൾ ഐജിക്ക് പെട്ടെന്നത് അംഗീകരിക്കാൻ കഴിയാതെ വരുന്നു. എന്നാലും ജോർജ് കുട്ടിയെ അകത്താക്കാനുള്ള പുതിയ വഴി തുറന്നതിന്റെ സന്തോഷത്തിലാണ് ഐജി. ഇനി ചിലപ്പോൾ പോലീസിനെ മണ്ടന്മാരാക്കാനുള്ള ജോർജ് കുട്ടിയുടെ പുതിയ തന്ത്രമായിരിക്കുമോ എന്ന് അവർക്ക് ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് ശർമ്മയെ മുൻനിർത്തി രഹസ്യമായി കേസ് അന്വേഷിക്കാൻ അയാൾ തീരുമാനിക്കുന്നു. ഒടുവിൽ ആ കേസ് വീണ്ടും ശർമ്മയുടെ തലയിൽ തന്നെ വന്നു വീഴുന്നു. അങ്ങനെ ഇപ്പോൾ അവരുടെ കൈവശമുള്ള വരുണിന്റേതാണെന്ന് വിശ്വസിക്കുന്ന തലയുടെ മുഖം റീകൺസ്ട്രക്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. അതിനായി ഫോറൻസിക് ലാബിലെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ അതിന്റെ മുഖത്തിന്റെ ഒരു ഗ്രാഫിക് ചിത്രം അവർ തയ്യാറാക്കുന്നു. ശേഷം ആ ചിത്രം ചാനലുകളിലും പത്രങ്ങളിലും അവർ പരസ്യപ്പെടുത്തുന്നു. അതിനുശേഷം ശർമ്മ വരുൺ കൊല്ലപ്പെട്ട ജോർജ് കുട്ടിയുടെ നാട്ടിലേക്ക് പോകുന്നു. വീടുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ സോളാർ പാനലുകളും CC ക്യാമറകളും ഒക്കെ സ്ഥാപിച്ചു കൊടുക്കുന്ന കമ്പനിയുടെ ഏജന്റായാണ് ശർമ്മ ആ നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. എല്ലാ സ്ഥലത്തേക്കും ശർമ്മ നടന്നാണ് പോകാറ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഓർഡറുകൾ ശേഖരിക്കാൻ എന്ന വ്യാജേന റാണി വിഷനിലും എത്തുന്നു. എന്നിട്ട് ജോർജ് കുട്ടിയെ പരിചയപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് ചുറ്റുവിടത്തു നിന്നും ജോർജ് കുട്ടിയെ കഥകൾ കേട്ട് ശർമ്മയ്ക്ക് ശരിക്കും വിഷമം തോന്നുന്നു. ശർമ്മ ജോർജ് കുട്ടിയെ സ്നേഹത്തോടെ അച്ഛൻ എന്ന് വിളിക്കുന്നു. നാട്ടുകാരുടെ തല്ലുകൊണ്ട് ഓടിയ സഹദേവൻ തിരിച്ച് ആ നാട്ടിലേക്ക് തന്നെ വന്നതിനുള്ള ഉദ്ദേശം വേറെയായിരുന്നു. ഒന്ന് ജോർജ് കുട്ടിയെയും കുടുംബത്തെയും പരമാവധി ഉപദ്രവിക്കുക.
മറ്റൊന്ന്, ആ നാട്ടിൽ സഹദേവന് ഒരു ഗൾഫുകാരന്റെ ഭാര്യയോട് താല്പര്യമുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു ദിവസം അവളെ സ്വന്തമാക്കാൻ അയാൾ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഗൾഫിൽ വെച്ച് അവളുടെ ഭർത്താവ് മരണപ്പെട്ടു എന്ന വിവരം തന്റെ സഹപ്രവർത്തകർ വഴി സഹദേവൻ അറിയുന്നത്. ഇപ്പോൾ ശ്രീദേവിയും മകളും തനിച്ചാണ് താമസിക്കുന്നത്. ഇതായിരുന്നു സഹദേവനെ വീണ്ടും ആ നാട്ടിലേക്ക് വരുത്താനുള്ള രണ്ടാമത്തെ കാരണം. എന്നാൽ മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട്, അതിപ്പോൾ പറയുന്നില്ല. അതിനിടെ സഹദേവൻ ശ്രീദേവിയുടെ ഫോൺ നമ്പർ ഒപ്പിക്കുന്നു. എന്നിട്ട് അവളുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു. ഒരു ദിവസം മകളുമായി നടന്നു പോകുമ്പോൾ സഹദേവൻ അവളെ തടഞ്ഞു നിർത്തി തന്റെ ആഗ്രഹം അവളെ അറിയിച്ചു. അവൾ വഴങ്ങില്ലെന്ന് കണ്ടപ്പോൾ കലികേറിയ സഹദേവൻ അവളോട് മോശമായി സംസാരിക്കാൻ തുടങ്ങി. ഏതെങ്കിലും കേസിൽപ്പെടുത്തി അവളെ അകത്താക്കുമെന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അതിനിടയിൽ പോലീസ് പുറത്തുവിട്ട ആ ഗ്രാഫിക് ചിത്രം ഫലം കണ്ടു. ആ ഫോട്ടോ കണ്ട് ഒരാൾ IG ഓഫീസിലേക്ക് എത്തുന്നു. 2013 ഓഗസ്റ്റ് 3 ഒരു ക്ലബിന്റെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാൻ എബ്രഹാം കുടുംബവും പോയിരുന്നു. മകളുടെ മെഡിക്കൽ കോളേജ് അഡ്മിഷന് വേണ്ടി ഒരു തോട്ടം വിറ്റ 85 ലക്ഷം രൂപ അയാളുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. പിറ്റേന്നാണ് ആ തുക മൊത്തം മോഷണം പോയ കാര്യം അവർ അറിയുന്നത്. തൊട്ടടുത്ത വീട്ടിലെ CCTVയിൽ ആ കള്ളന്റെ മുഖം പതിഞ്ഞിരുന്നു. ആ ഫൂട്ടേജും കൊണ്ട് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടെങ്കിലും ഏതോ IG മകന്റെ തെരുവുദാനത്തെ തുടർന്ന് തന്റെ കേസ് മൂടിപ്പോയെന്ന് അയാൾ പറയുന്നു. ജോർജ് കുട്ടി അവനെ കൊന്ന് ആ പണം കൈക്കലാക്കിയിട്ടുണ്ടാകുമെന്ന് ഗീതാ പ്രഭാകറും പോലീസും ഉറച്ചു വിശ്വസിച്ചു. ആ സമയം ജോർജ് കുട്ടിയും ഫാമിലിയും മനസ്സമ്മതത്തിനു വേണ്ട തുണിയും മറ്റും വാങ്ങുന്ന തിരക്കിലാണ്. അവർ വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് വഴിയിൽ വെച്ച് സഹദേവൻ അവർ തടഞ്ഞു നിർത്തി മോശമായി സംസാരിക്കുന്നു. തിരിച്ചൊന്നും പറയാനാകാതെ മനസ്സ് വേദനിച്ചു നിൽക്കുന്ന ജോർജ് കുട്ടി ശർമ്മ കാണുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തിയ ജോർജ് കുട്ടി സഹദേവൻ ഇവരുള്ളിടത്തോളം കാലം നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ലെന്ന് ഭാര്യയോട് പറയുന്നു. തങ്ങളെ കർത്താവ് പോലും കൈവിട്ടു എന്ന് അവർ സങ്കടത്തോടെ പറയുന്നു. ആ സമയത്ത് ശർമ്മ ജോർജ് കുട്ടിയെ വിളിക്കുന്നു. സഹദേവന് ഒരു പണി കൊടുക്കാൻ ശർമ്മ തീരുമാനിക്കുന്നു. ആ കാര്യം ജോർജ് കുട്ടിയോട് ശർമ്മ പറയുന്നു. ശ്രീദേവി നോ പറഞ്ഞിട്ടും സഹദേവൻ അവളെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. പിന്നെയും അവളെ വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ രാത്രി ശ്രീദേവി സഹദേവന് വേണ്ടി കാത്തിരുന്നു. അതിയായ സന്തോഷത്തോടെ സഹദേവൻ വലതുകാൽ വെച്ച് അവളുടെ വീട്ടിലേക്ക് കയറുന്നു. എന്നാൽ അതിനകത്തു നിന്നും മറ്റൊരു വലതുകാൽ വന്ന് സഹദേവന്റെ നെഞ്ചത്ത് ചവിട്ടുന്നു. ചവിട്ടേറ്റ് വീണ സഹദേവൻ തന്നെ ചവിട്ടിയത് ജോർജ് കുട്ടിയാണെന്ന് തിരിച്ചറിയുന്നു. അതുവരെ മനസ്സിൽ കരുതി വെച്ച ദേഷ്യമെല്ലാം തന്നെ ജോർജ് കുട്ടി സഹദേവന്റെ ദേഹത്ത് തീർത്തു. പിറ്റേ ദിവസം ബീഹാറിയായ ശ്യാംലാലിന്റെ കൊലയാളി സഹദേവനാണെന്ന് ശർമ്മ തെളിയിക്കുന്നു. 2013 ഓഗസ്റ്റ് 3 പെട്രോളിങ്ങിന് പോയ സഹദേവന്റെ മുന്നിലേക്ക് ശ്യാംലാൽ എന്ന് പറയുന്ന 20കാരൻ വന്നുപെടുകയായിരുന്നു. പോലീസിനെ കണ്ട് ശ്യാമാണെങ്കിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. സഹദേവൻ അവനെ ഓടിച്ചു പിടിച്ചിട്ട് സ്റ്റേഷനിലെത്തിച്ചു. ബാഗ് പരിശോധിച്ച സഹദേവൻ ബാഗിൽ ധാരാളം പണം കാണുകയും അവനെ ക്രൂരമായി ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. അതെല്ലാം കണ്ടുകൊണ്ട് ജോസ് സെല്ലിൽ കഴിയുന്നുണ്ടായിരുന്നു. ചോദ്യം ചെയ്യലിൽ തലയ്ക്ക് പരിക്കേറ്റ ശ്യാം സെല്ലിൽ വെച്ച് മരണപ്പെടുന്നു. ഈ സംഭവം പുറത്തു പറയാതിരിക്കാൻ സഹദേവൻ ബാക്കി വരുന്ന പോലീസുകാർക്ക് 5 ലക്ഷം രൂപ വീതം കൊടുത്ത് ഒതുക്കി തീർക്കുന്നു. ബാക്കി 55 ലക്ഷം രൂപ സഹദേവനും കൈക്കലാക്കുന്നു. ശേഷം ശ്യാമിന്റെ ബോഡി പുതിയ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ആരും കാണാതെ മറവ് ചെയ്യുന്നു. എന്നാൽ 2 ദിവസം മുമ്പ് അതേ സ്ഥലത്ത് തന്നെയായിരുന്നു ജോർജ് കുട്ടി വരുണിനെ കുറിച്ച് മൂടിയത്. അന്ന് ടോർച്ചോ മറ്റോ മറന്നു വെച്ചതെടുക്കാൻ ജോർജ് കുട്ടി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. അപ്പോഴാണ് ആ കാഴ്ച ജോർജ് കുട്ടി കാണുന്നത്. വരുണിന്റെ അസ്ഥികൂടമാണെന്ന് കരുതി അവർ കൊണ്ടുപോയത് ശ്യാമിന്റേതാണെന്ന് ശർമ്മ തെളിയിക്കുന്നു. ശ്രീദേവിയുടെ വീട്ടിൽ വെച്ച് സഹദേവനെ അടിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് ജോർജ് കുട്ടി ഭയന്നു. എന്നാൽ ശ്യാംലാലിന്റെ കൊലപാതകത്തിൽ CI സഹദേവനെയും മറ്റു പോലീസുകാരെയും അറസ്റ്റ് ചെയ്തു എന്ന ന്യൂസ് കേട്ടപ്പോൾ ജോർജ് കുട്ടിക്ക് സമാധാനമായി. അപ്പോഴും റാണിക്ക് ഭയമായിരുന്നു. അവൾ മറ്റേ പയ്യന്റെ ബോഡി എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഈ ദിവസം വരുണിന്റെ അസ്ഥികൂടം കണ്ടെടുത്തിട്ടില്ല എന്ന് ഉറപ്പായതോടെ വരുണിന്റെ കേസ് വീണ്ടും അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു. ജോർജ് കുട്ടി അകത്താക്കുമെന്ന് ഗീതാ പ്രഭാകറും IG ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ വരുണിന്റെ ബോഡി എവിടെയാണ് കുഴിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവർക്കാകെയുള്ളത് ജോർജ് കുട്ടി തുമ്പയുമായി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി വരുന്നുവെന്ന് ജോസിന്റെ മൊഴി മാത്രമാണുള്ളത്. പണ്ട് ജോർജ് കുട്ടി വരുണിനെ കുഴിച്ചിട്ട മുറിക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് ശർമ്മ മനസ്സിലാക്കുന്നു. അവിടെ ഒരു പൊട്ടക്കിണറുണ്ടായിരുന്നു. മാത്രമല്ല പെട്ടെന്ന് കുഴിയെടുക്കാൻ എളുപ്പമായിരുന്നു. അതുകൊണ്ടാണ് ജോർജ് കുട്ടിയും സഹദേവനും ആ മുറി തന്നെ തിരഞ്ഞെടുത്തത്. അവിടുന്ന് തൂമ്പയുമായി പുറത്തേക്ക് വരുന്ന ജോർജ് കുട്ടിയെ കണ്ടു എന്ന ജോസിന്റെ മൊഴി സത്യമാണെന്ന് ശർമ്മ പറയുന്നു. 2 ദിവസത്തെ വ്യത്യാസത്തിൽ ഒരേ കുഴിയിൽ 2 പേരെ അടക്കം ചെയ്തിരിക്കുന്നു. ഈ കാര്യമെല്ലാം തന്നെ അന്നേ ജോർജ് കുട്ടിക്ക് അറിയാമായിരുന്നു. എന്നിട്ടും അതിൽ നിന്നും ഒരു മോചനത്തിനായി ആ 2 ബോഡിയും അഴുകി അസ്ഥികൂടമാകുന്നത് വരെ അയാൾ കാത്തിരുന്നു. ആ അസ്ഥികൂടം പോലീസിനെ കൊണ്ട് തന്നെ എടുപ്പിക്കാനും അയാൾ തീരുമാനിക്കുന്നു. ജോസിന്റെ മൊഴി അതിലേക്ക് എളുപ്പം കൊണ്ടെത്തിച്ചു. അങ്ങനെ ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും കണ്ടെടുത്ത അസ്ഥികൂടം ഫോറൻസിക് ലാബിലേക്ക് കൊണ്ടുപോകുന്നു. അത് വരുണിന്റേതല്ല എന്ന് തെളിയുന്നു. ഒരിക്കൽ കുഴിച്ചെടുത്ത പോലീസ് സ്റ്റേഷൻ വീണ്ടും കുഴിക്കില്ലെന്ന് അയാൾ വിശ്വസിച്ചു. കാരണം താൻ തയ്യാറാക്കിയ തിരക്കഥയിൽ വരുണിന്റെ അസ്ഥികൂടം നശിപ്പിച്ചുവെന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് വീണ്ടും പരിശോധിക്കില്ലെന്ന് ജോർജ് കുട്ടി വിശ്വസിച്ചു. വരുണിന്റെ അസ്ഥികൂടം ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും ജോർജ് കുട്ടി മാറ്റിയിരുന്നു. എന്നിട്ട് ഒരു കാട്ടിൽ കൊണ്ടുപോയി ആസിഡ് ഒഴിച്ച് നശിപ്പിച്ചു കളഞ്ഞു. അതിൽ നിന്ന് ചില അസ്ഥികളായിരുന്നു ജോർജ് കുട്ടി ഗീതാ പ്രഭാകറിന് കൊടുത്തിരുന്നത്. അത് യഥാർത്ഥത്തിൽ വരുണിന്റേത് തന്നെയായിരുന്നു. എന്നാൽ ജോർജ് കുട്ടിയുടെ വിശ്വാസമെല്ലാം തകർത്തുകൊണ്ട് ആ സ്ഥലം വീണ്ടും കുഴിച്ച് പരിശോധിക്കാൻ പോലീസും IG തീരുമാനിക്കുന്നു. എന്നാൽ ശർമ്മ എടുത്തുചാടി ഒന്നും ചെയ്യരുതെന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകിയെങ്കിലും അവർ ശർമ്മയുടെ വാക്കുകൾ കേൾക്കാതെ അവിടം കുഴിക്കാൻ തീരുമാനിക്കുന്നു. ജോർജ് കുട്ടിയുടെ മകളുടെ മനസ്സമ്മതം ഒരു കാരണവശാലും താൻ നടത്താൻ സമ്മതിക്കില്ലെന്ന് ഗീത ശപഥം ചെയ്യുന്നു. ഈ പ്രാവശ്യം പോലീസിന്റെ മാനം തിരിച്ചു പിടിക്കാനായി ലോകത്തിലെ എല്ലാ ന്യൂസ് ചാനലിനെയും വിളിച്ചു വരുത്തി അവർ ആ ദൗത്യം തുടങ്ങുന്നു. പിറ്റേ ദിവസം മനസ്സമ്മതം നടക്കേണ്ട ജോർജ് കുട്ടിയുടെ വീടിന് ചുറ്റും പോലീസ് കാവൽ നിൽക്കുന്നു. CIയുടെ മുറി വെട്ടി കുടിക്കുന്നതെല്ലാം ചാനലിൽ ലൈവായി പോയിക്കൊണ്ടിരിക്കുന്നു.
ഇതെല്ലാം തന്നെ ജോർജ് കുട്ടി ടിവിയിൽ കാണുന്നുണ്ടായിരുന്നു. പ്രതീക്ഷിച്ചതിനേക്കാളും ഒരൽപ്പം താഴ്ത്തി കുഴിച്ചപ്പോൾ തലയുടെ ഭാഗം കണ്ടെത്തുന്നു. അതോടെ എല്ലാവരും ആവേശത്തിലാകുന്നു. എന്നാൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നു. ആ അസ്ഥിക്കൂടം ഒരു മനുഷ്യന്റേതല്ലായിരുന്നു. പണ്ടെങ്ങാനോ ചത്തുകൊണ്ടിട്ട ഒരു നായുടേതായിരുന്നു. അതോടെ പോലീസ് വീണ്ടും നാണം കെട്ടു. ചാനൽക്കാരും പത്രക്കാരും അവർ കളിയാക്കുന്നു. ഒരു വിധത്തിൽ അവർ വണ്ടിയിൽ കയറി അവിടെ നിന്നും രക്ഷപ്പെടുന്നു. അതോടെ ജോർജ് കുട്ടിയുടെ വീട്ടിൽ എല്ലാവർക്കും ആശ്വാസമാകുന്നു. ഏതു നിമിഷവും തന്റെ തൊപ്പി തെറിക്കുമെന്ന് അറിയാവുന്ന ഐജി തോമസ് വരുണിന്റെ ബോഡി പള്ളി സെമിത്തേരിലായിരിക്കുമെന്ന് കണക്ക് കൂട്ടുന്നു. അതുകൊണ്ട് എത്രയും വേഗം ജോർജ് കുട്ടിയെ കസ്റ്റഡിയിലെടുക്കാൻ ഫിലിപ്പിന് നിർദ്ദേശം കൊടുക്കുന്നു. അപ്പോഴത്തെ വാശിയിൽ ഐജി തോമസ് ജോർജ് കുട്ടിയെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ചെയ്യുന്നത് കോർട്ടിന് എതിരാണെന്നും തൊപ്പി തെറിക്കുമെന്നും പറഞ്ഞ് ശർമ്മ അവരെ തടയുന്നു. അതോടെ ജോർജ് കുട്ടിയുടെ അറസ്റ്റ് ക്യാൻസൽ ആവാണ്. പോലീസിന് നാണക്കേടുണ്ടാക്കിയ ഐജി തോമസിന് സസ്പെൻഷനും CI ഫിലിപ്പിന് സ്ഥലം മാറ്റവും ലഭിക്കുന്നു. പിറ്റേന്ന് പള്ളിയിൽ വെച്ച് അഞ്ജുവിന്റെ മനസ്സമ്മതവും വളരെ സമാധാനത്തോടു കൂടി നടക്കുന്നു. അങ്ങനെ ആഴ്ചകൾക്ക് ശേഷം പ്രഭാകറും ഗീതാ പ്രഭാകറും അമേരിക്കയിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുന്നു. ശർമ്മയുടെ വാക്കുകൾ കേൾക്കാതെ ഗീതയുടെ എടുത്തുചാട്ടമായിരുന്നു എല്ലാത്തിനും കാരണമെന്ന് പ്രഭാകർ മനസ്സിലാക്കുന്നു. അതിന് ശർമ്മയെ കണ്ട് നേരിട്ട് സോറി പറയാൻ പ്രഭാകറും ഗീതാ പ്രഭാകറും തീരുമാനിക്കുന്നു. അതേസമയം ജോർജ് കുട്ടിയും ഫാമിലിയും വളരെ സന്തോഷത്തിലാണ്. അപ്പോഴാണ് ജോർജ് കുട്ടിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. അതൊരു അജ്ഞാത നമ്പറിൽ നിന്നുമായിരുന്നു. അത് തുറന്നു നോക്കിയ ജോർജ് കുട്ടി ശരിക്കും ഞെട്ടിവിറയ്ക്കുന്നു. തന്റെ സകല നീക്കങ്ങളും മനസ്സിലാക്കിയ ഒരാൾ തന്റെ തൊട്ടടുത്തുണ്ടെന്ന് അയാൾ മനസ്സിലാക്കുന്നു. അതേസമയം ഗീതയും പ്രഭാകറും ശർമ്മയെ കണ്ട് സോറി പറയുന്നു. ഒരു സോറി പറച്ചിലിൽ ഇരു കൂട്ടരും വീണ്ടും സൗഹൃദത്തിലാകുന്നു. താങ്കൾ തിരിച്ച് അമേരിക്കയിലേക്ക് പോവുകയാണെന്നും ഇനി തിരിച്ചു വരില്ലെന്നും ഗീത ശർമ്മയോട് പറയുന്നു. പോകുന്നതിന് മുമ്പ് തങ്ങൾ ശേഷക്രിയ ചെയ്തത് തങ്ങളുടെ മകൻ അസ്ഥി തന്നെയാണോ എന്ന് അറിയാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അവരുടെ അവസാന ആഗ്രഹം എന്ന നിലയ്ക്ക് ശർമ്മ അന്വേഷിച്ച് കണ്ടെത്തിയ സത്യങ്ങളെല്ലാം പറയാൻ തീരുമാനിക്കുന്നു. അതേസമയം ജോർജ് കുട്ടി തന്റെ ഫോണിൽ വന്ന മെസ്സേജ് വായിച്ച ശേഷം ഒരു ഞെട്ടലോടെ അന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം അയാൾ സ്വയം ഓർത്തെടുക്കുന്നു. അതേസമയം വരുണിന്റെ അസ്ഥിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ശർമ്മ ജോർജ് കുട്ടിക്ക് ദോഷം വരാത്ത വിധം അവരോട് വിശദീകരിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നും കുഴിച്ചെടുത്ത ആ കള്ളന്റെ അസ്ഥിക്കൂടം ഫോറൻസിക് ലാബിലേക്ക് കൊണ്ടുപോയ ശേഷം അന്ന് രാത്രി ജോർജ് കുട്ടി ആരും കാണാതെ ആ കുഴിയിൽ നിന്നും വരുണിന്റെ അസ്ഥിക്കൂടവുമായി ദൂരെ ഒരു കാട്ടിൽ കൊണ്ടുപോയി ആസിഡ് ഒഴിച്ച് നശിപ്പിക്കുന്നു. ശേഷം അയാൾ തിരിച്ച് കോട്ടയത്തേക്ക് പോകുന്നു. അതിൽ നിന്നും എടുത്ത അസ്ഥികൾ തന്നെയായിരുന്നു ശേഷക്രിയയ്ക്കായി അയാൾ എത്തിച്ചത്. ഇതെല്ലാം ഒരു ഞെട്ടലോടെ കേട്ട ഗീതയും പ്രഭാകറും താങ്കൾ ശേഷക്രിയ ചെയ്തത് സ്വന്തം മകന്റെ അസ്ഥിയാണെന്ന് തിരിച്ചറിയുന്നു. യാതൊരു തെളിവുകളും ഇല്ലാത്തതിനാൽ എല്ലാം മറന്ന് ഗീതയും പ്രഭാകറും തിരിച്ച് അമേരിക്കയിലേക്ക് പോകുന്നു. എന്നാൽ ജോർജ് കുട്ടി വനത്തിലേക്ക് പോകുന്ന CCTV ഫുട്ടേജുകളും ആ മെസ്സേജിൽ ശർമ്മ അയച്ചിരുന്നു. ആ അസ്ഥികൾ റീകൺസ്ട്രക്ട് ചെയ്താൽ വരുണിന്റെ ഉയരവും പാദത്തിന്റെ നീളവും മനസ്സിലാക്കി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ ഒരു തവണ കൂടി കുഴിച്ച് പരിശോധിക്കും. അവിടെ നിന്നും വരുണിന്റെ DNA ഉള്ള ഒരു ചെറിയ മുടിയോ അസ്ഥിയോ കിട്ടിയാൽ വരുണിന്റെ മരണം സ്ഥിരീകരിക്കും. അതോടെ അറസ്റ്റ് ഉണ്ടാവുകയും പരമാവധി ശിക്ഷ ലഭിക്കുകയും ചെയ്യും. ഒരു കുറ്റവാളി താൻ ചെയ്ത കുറ്റം എത്ര മറയ്ക്കാൻ ശ്രമിച്ചാലും അത് ഒരു ദിവസം പുറത്തേക്ക് വരുമെന്ന കാര്യം കൂടി വായിച്ചതോടെ ജോർജ് കുട്ടി ശരിക്കും ഭയന്നു. ആ സമയം ജോർജ് കുട്ടിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. അത് ശർമ്മയായിരുന്നു. പിറ്റേ ദിവസം മകളുടെ വിവാഹം നടക്കാനിരിക്കെ മറ്റൊന്നും ഓർത്ത് മനസ്സ് വിഷമിക്കേണ്ട എന്ന് ശർമ്മ അദ്ദേഹത്തോട് പറയുന്നു. ഒരു പാതിരാത്രി ജോർജ് കുട്ടിയുടെ മകളെ കടിക്കാൻ ഒരു പട്ടി വന്നിരുന്നുവെന്നും ആ പട്ടിയെ അവൾ തന്നെ തല്ലിക്കൊന്നെന്നും അച്ചായൻ അതിനെ പോലീസ് സ്റ്റേഷനിൽ കുഴിച്ചിടുകയും പോലീസ് അതിനെ കുഴിച്ചെടുത്തതോടെ ആ കേസ് അവിടെ അവസാനിച്ചു. തൽക്കാലം അങ്ങനെ കരുതിയാൽ മതി, ആരും അന്വേഷണത്തിന് വരില്ലെന്നും മറ്റൊന്നും ആലോചിക്കേണ്ട എന്നും ശർമ്മ ജോർജ് കുട്ടിയോട് പറയുന്നു. ഇനി പോലീസ് വന്നാൽ തന്നെ താൻ അയച്ച മെസ്സേജ് അല്ലാതെ മറ്റൊരു തെളിവും അവശേഷിക്കുന്നില്ല എന്നും കൂടി ശർമ്മ പറയുന്നു. അതോടെ മനസ്സുരുകി നിന്ന് ജോർജ് കുട്ടി സമാധാനിക്കുന്നു. ശേഷം ജോർജ് കുട്ടി കരഞ്ഞുകൊണ്ട് ശർമ്മയോട് നന്ദി പറയുന്നു. പിറ്റേന്ന് പള്ളിയിൽ വെച്ച് അഞ്ജുവിന്റെ വിവാഹം നടക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ മൂവി അവസാനിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.